ദിവസവും ഒരു തവണ ഈ ഒരു മന്ത്രം ജപിക്കുക വഴി ശത്രുക്കളുടെ നാശം സംഭവിക്കുന്നതാണ്. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തികളും അവരുടെ ഉപദ്രവം കൊണ്ട് നമ്മൾ നിത്യവും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മന്ത്രപ്രയോഗ രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമസ്കാരം. ആസ്ട്രോ യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭഗവാൻ വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമൻ ഭഗവാൻ ശിവനിൽ നിന്ന് ദിവ്യമായിട്ടുള്ള പരശു എന്ന ആയുധം ലഭിച്ചതിനാലാണ് പരശുരാമൻ എന്ന പേര് ലഭിച്ചത്. ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിച്ച ഒരു മഹാവീരനായിട്ടാണ് പുരാണങ്ങൾ പരശുരാമനെ വിശേഷിപ്പിക്കുന്നത്. ചിരഞ്ജീവികളിൽ ഒരാളായിട്ടുള്ള പരശുരാമൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഹൈന്ദവ വിശ്വാസം. പുരാണങ്ങളിൽ അധർമ്മത്തിനെതിരെ നിരവധി തവണ യുദ്ധങ്ങളിലൂടെ ക്ഷത്രിയ കുലത്തിന് നാശം കൊടുത്തിട്ടുള്ള ഒരു ദേവതയാണ്. അതായത് ശത്രുക്കളെ കുലം തന്നെ നശിപ്പിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. അപ്പം ഇന്ന് പറയുന്ന ഈ ഒരു മന്ത്രം നമുക്ക് എല്ലാ ദിവസവും ഒരു തവണ ജപിച്ചാൽ തന്നെ നമ്മുടെ ശത്രുക്കളുടെ മേൽ നമുക്കൊരു വിജയം, അല്ലെങ്കിൽ ശത്രുക്കളുടെ തടസ്സങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ആരും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട. ഒരു വ്യക്തിയെ നശിപ്പിക്കാനായിട്ടല്ല, നമുക്ക് തടസ്സമുണ്ടാക്കുന്ന ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പറയുന്ന മന്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം നമുക്ക് നിത്യവും ഒരു തവണ വീതം രാവിലെ ജപിക്കാവുന്നതാണ്. അങ്ങനെ അല്ലാതെ മറ്റൊരു പ്രയോഗമുണ്ട്. 41 ദിവസം 108 തവണ വീതം ഈ ഒരു മന്ത്രം ജപിച്ചാലും നമുക്കുള്ള എല്ലാ ശത്രുക്കളുടെ പ്രയോഗങ്ങളും നശിച്ച് അവരുടെ തേജസ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജാതക സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കോ ബന്ധപ്പെടാവുന്നതാണ്. ജോലി, വിദ്യാഭ്യാസം, വിവാഹം, പ്രണയം, ബന്ധം തുടങ്ങിയ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എപ്പോൾ നടക്കും എന്നുള്ള കാര്യങ്ങളടക്കം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ജനന വിവരങ്ങളില്ലാത്ത ആളുകൾ അവരുടെ കൈരേഖ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പരിശോധനയിൽ പങ്കെടുക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പറാണ്. അതിൽ മെസ്സേജ് അയച്ച ശേഷം നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കുന്നതെന്ന് നോക്കാം. ഓം നമോ ഭഗവതേ പരശുരാമായ വിശ്വദർപ്പണഹരായ മോദായ മദനാശിഹേ ശ്രീം 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 മഹാകാലചക്രായ വിശ്വമത ശാന്താത്മനെ ശത്രുവംശവിഘാതായ സർവലോകൈകവന്ദ്യായ ശ്രീം ശ്രീം നമോ നമ. അതായത് ശത്രുവംശവിഘാതായ ആ മന്ത്രത്തിലെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ശത്രുവിൻ്റെ വംശം തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ദേവതയാണ്. ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക. ഈ മന്ത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി.